കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറിയ ചില നാളുകൾക്ക് ശേഷമാണ് തുടർന്നും ഈ പ്രഭാത സന്ദേശം നിങ്ങളുടെ കരത്തിലെത്തിക്കുവാനായിട്ട് കഴിയുന്നത്. അതിന് മതിയായ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഡെയിലി ഡിവോഷൻസ് ചെയ്യുവാൻ സാധിച്ചില്ല. എന്നാൽ ധാരാളം പ്രിയപ്പെട്ടവർ വിളിക്കുകയും അന്വേഷിക്കുകയും അത് തുടർന്ന് ചെയ്യണം എന്ന് എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു. വിശേഷാൽ ഞാൻ കൂടി നിൽക്കുന്ന ദൈവസഭയിലെ ദൈവദാസൻ റവറൻഡ് ഡോക്ടർ ബി വർഗീസ് സാറും ഇന്ന് രാവിലെയും കൂടെ എന്നോട് ഈ വിഷയം സംസാരിക്കുകയും അത് തുടർന്ന് ചെയ്യണം എന്ന് പറയുകയും ചെയ്തു. നിങ്ങളുടെ എല്ലാവരുടെയും നല്ല പ്രോത്സാഹനത്തിന് ഒരുപാട് നന്ദി. ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേർന്നുകൊണ്ട് പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്ക് ആധാരമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം അതിൻ്റെ 36-ാം അധ്യായം 8-ാമത്തെ വാക്യമാണ്. നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. നിന്റെ പക്കൽ ജീവൻ്റെ ഉറവ് ഉണ്ടല്ലോ. വളരെ അനുഗ്രഹീതവും ശ്രേഷ്ഠവുമേറിയ ഒരു തിരുവചന ഭാഗമാണ് നാം ഇവിടെ വായിച്ചത്. ഇസ്രായേലിൻ്റെ മധുര ഗായകൻ എന്നറിയപ്പെടുന്ന അനുഗ്രഹീതനായ ദൈവഭക്തൻ ദാവീദിൻ്റെ ഒരു സ്വർണഗീതമാണ് നാം ഈ പ്രഭാതത്തിൽ വായിച്ചത്. ആലയത്തിൻ്റെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. ഈ പ്രഭാതത്തിൽ എൻ്റെ ചിന്തകൾക്ക് ആക്കം കൂട്ടുന്ന ചില പ്രത്യേകമായ പദങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അതിലൊന്ന് ആലയത്തിലെ പുഷ്ടിയാണ്. 2 അവർ തൃപ്തരാകുന്ന ഒരു രംഗം. 3 ഒരാനന്ദ നദി നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. 4 കർത്താവിൻ്റെ പക്കൽ ജീവൻ്റെ ഉറവയുണ്ട്. ഈ 4 കാര്യങ്ങൾ വിശദീകരിക്കുവാൻ ഈ പ്രഭാതത്തിൽ നമ്മുടെ ഈ ചുരുങ്ങിയ സമയം പോരാ. എങ്കിലും അതിൻ്റെ പ്രധാനമായ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമാണ് ആലയത്തിൻ്റെ പുഷ്ടി അഥവാ ആലയത്തിലെ നന്മ എന്ന് പറയുന്നത്. ഒരുവൻ ഒരു ആലയത്തിൻ്റെ അകത്തുനിന്ന് നന്മ എങ്ങനെ പ്രാപിക്കുവാൻ കഴിയും എന്ന് നാം ചിന്തിച്ചാൽ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം മലാക്കിയുടെ പ്രവചന പുസ്തകത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് അവൻ നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കും എന്നാണ്. ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ഭണ്ഡാരത്തിൻ്റെ അകത്ത് ഒന്നിനും കുറവ് വരുവാൻ ഇടയാകരുത്. പ്രത്യേകിച്ചും നമ്മളോടുള്ള ബന്ധത്തിൽ നാം കർത്താവിന് വേണ്ടി വളരെ ശുഷ്കാന്തിയോടെ, വളരെ ആത്മാർത്ഥതയോടെ, വളരെ തീഷ്ണതയോടെ നിൽക്കുമ്പോൾ ആലയത്തിൻ്റെ നന്മകൾ നാം അനുഭവിക്കുക മാത്രമല്ല, മറിച്ച് നാം പുഷ്ടി പ്രാപിക്കുന്നവരായി തീരും എന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നു. അപ്പം ആലയത്തിൻ്റെ നന്മയും പുഷ്ടിയും പ്രാപിച്ച് നാം തൃപ്തരാകണമെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സമയത്തിൻ്റെ ദശാംശം, നമുക്ക് ലഭിക്കുന്ന സകല നന്മയുടെയും ദശാംശം, നമുക്ക് ലഭിക്കുന്ന സകലത്തിൻ്റെയും നാം ദൈവപാദപീഠത്തിൽ കൊടുക്കുമ്പോഴാണ് ആലയത്തിൻ്റെ നന്മ, ആലയത്തിൻ്റെ പുഷ്ടി നമ്മളിലേക്ക് വെളിപ്പെടുന്നത്. അങ്ങനെ വെളിപ്പെടുന്ന ഒരു ദൈവ പൈതലിലാണ് ആനന്ദ നദി കൊണ്ട് അവൻ നമ്മെ
കുടിപ്പിക്കുന്നത്. മാത്രമല്ല, ജീവൻ്റെ ഉറവ നമ്മുടെ കർത്താവിൻ്റെ പക്കലുണ്ട്. ഈ പ്രഭാതത്തിൽ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഒന്ന് സമർപ്പിക്കാം. കർത്താവിൻ്റെ പക്കൽ ജീവൻ്റെ ഉറവയുണ്ട്. ഒരുപക്ഷെ സകലതും നമ്മുടെ മുൻപിൽ അസ്തമിച്ചു പോകുമ്പോഴും ഒരു ജീവൻ്റെ ഉറവ നമുക്ക് വേണ്ടി തുറക്കുവാൻ കഴിവുള്ള ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ നല്ല പ്രഭാത വേളയ്ക്കായി സ്തോത്രം. നിൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസാഫ്.